നമസ്കാരം. ഇനി പഴയതുപോലെ സ്വർണം വിൽക്കാനും പണയം വെക്കാനും കഴിയുകയില്ല. നല്ല പണി കിട്ടാനായിട്ട് സാധിക്കുന്നു. കാരണം കടുത്ത തീരുമാനമെടുത്തിരിക്കുകയാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കതിൻ്റെ കാര്യത്തിലേക്ക് വരാം. എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങളെല്ലാവരും ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യണം. ഈടില്ലാത്ത വ്യക്തിഗത വായ്പകളുടെ വിതരണത്തിന് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടുകൂടിയാണ് സ്വർണ്ണ പണയത്തിന് കൂടുതലായിട്ടുള്ള താല്പര്യം ഇപ്പോൾ ജനങ്ങളിൽ വർദ്ധിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിന് ശേഷം ബാങ്കുകളുടെ സ്വർണ്ണ വായ്പകളിൽ 50% വളർച്ചയുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, യാതൊരു നൂലാമാലകളുമില്ലാതെ അതിവേഗം നമുക്ക് പണം ലഭിക്കുന്നതാണ് സ്വർണ്ണപ്പണയ വായ്പകൾക്കായിട്ട് ജനങ്ങൾക്ക് പ്രിയം കൂട്ടുന്നത്. സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് പലരും അത് ഇന്ന് വാങ്ങിക്കൂട്ടി സൂക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ സ്വർണ്ണവില കുതിച്ചു കയറുകയാണ്. വാങ്ങിയ സമയത്തുള്ളതിനേക്കാൾ വില പിന്നീട് എപ്പോൾ നമ്മൾ വിൽപ്പന നടത്തിയാലും ലഭിക്കുമെന്നതാണ് സ്വർണത്തെ പ്രിയങ്കരവും അതോടൊപ്പം തന്നെ ഒരു സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റുന്നത്. വിൽപ്പന നടത്താൻ അല്ലെങ്കിൽ പെട്ടെന്ന് സാമ്പത്തികമായിട്ടൊരു ആവശ്യം വന്നാൽ പണയം വെച്ച് പണമെടുക്കാം എന്നതാണ് സ്വർണം കൊണ്ടുള്ള മറ്റൊരു നേട്ടം. എന്നാൽ ഇനി അധികകാലം പെട്ടെന്ന് ആർക്കും അങ്ങനെ സ്വർണം പണയം വെച്ച് പണമെടുക്കുന്ന രീതി എളുപ്പമാകില്ല. കാരണം സ്വർണ്ണപ്പണയ വായ്പകളുടെ വിതരണത്തിന് ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനായിട്ട് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരുങ്ങുകയാണ്. വായ്പ നൽകുന്നതിന് മുൻപ് ഉപഭോക്താവിൻ്റെ തിരിച്ചടവ് ശേഷി അത് കൃത്യമായി വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വായ്പയായിട്ട് നൽകുന്ന തുക അത് എന്തിനായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശമുണ്ട്. സ്വർണ്ണപ്പണയ രംഗത്തെ അസാധാരണ വളർച്ച നിയന്ത്രിക്കാനാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ ശ്രമം. പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ബാങ്കുകൾക്കും അതോടൊപ്പം തന്നെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും പൊതുവായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പുറത്തിറക്കുമെന്നാണ് സൂചന. ഈ ഒരു സ്വർണ്ണപ്പണയത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയാമെന്ന് ഉദ്ദേശിച്ചത്. പലപ്പോഴും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ബാധ്യത തേടി വരുമ്പോഴാണ് ആളുകൾ അവരുടെ അസറ്റുകൾ സ്വർണം ഒക്കെ തന്നെ പണയം വയ്ക്കുന്നത്, കടം മേടിക്കുന്നത്. സ്ഥലവശ്യം വരുമ്പോൾ ചാടിക്കയറി നമ്മുടെ അസറ്റുകൾ വിൽക്കേണ്ടി വരില്ല, നമ്മുടെ സ്വർണം വിൽക്കേണ്ടി വരില്ല, നമ്മുടെ ഓഹരികൾ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലം, വീട് ഇതൊന്നും വിൽക്കേണ്ടി വരില്ല. നമുക്കറിയാം സ്വർണത്തിൻ്റെ വില പുതിയ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ എഫക്റ്റിൽ വില കുത്തനെ ഒന്ന് കുറഞ്ഞിരുന്നു. എന്നാലും പോലും ഏതാനും മാസങ്ങളായിട്ട് സ്വർണത്തിന് വൻ വില ആയതോടുകൂടി സ്വർണ്ണപ്പണയ വായ്പകളും ഇപ്പോൾ വലിയ തോതിൽ തന്നെ വർദ്ധിക്കുകയാണ്. ഏതാനും പവൻ സ്വർണം പണയം വെച്ചാൽ പോലും വലിയ തുകകൾ ലഭിക്കുമെന്ന ഓഫർ കണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ ദിനംപ്രതി വർദ്ധിക്കുകയാണ്. പല ധനകാര്യ സ്ഥാപനങ്ങളും പ്രതിമാസ തിരിച്ചടവ് രീതി പോലും ഏർപ്പെടുത്താനായിട്ട് ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സ്വർണ്ണ വായ്പാ വിതരണം കുത്തനെ കൂടുകയും ചില ധനകാര്യ സ്ഥാപനങ്ങൾ ആ ചട്ടങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതിലും റിസർവ് ബാങ്ക് വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് EMI സൗകര്യം കൂടി ഏർപ്പെടുത്താനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. EMI സംവിധാനം മാത്രം അനുവദിച്ചാൽ സ്വർണ്ണപ്പണയ വായ്പകൾ പൂർണ്ണമായിട്ടും ടേം ലോൺ സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മറ്റു വായ്പകൾ തിരിച്ചടയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ സ്വർണ്ണപ്പണയത്തിൻ്റെ വായ്പാ തുക അത് പല തവണകളായിട്ട് മുതലും പലിശയും തിരിച്ചടക്കേണ്ടതായിട്ട് വരും. നിലവിൽ ഈ സംവിധാനം ഉണ്ടെങ്കിലും ആരും അത് പിന്തുടരാറില്ല. പലരും അവസാന നിമിഷം പുതുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ പണയ സ്വർണം തിരിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്. അതേസമയം സ്വർണ്ണപ്പണയ വായ്പയിൽ പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ പല ധനകാര്യ സ്ഥാപനങ്ങളും പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെന്നാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും KYC ചട്ടം, അതുപോലെ തന്നെ ക്യാഷ് പരിധി, LTV നിബന്ധന, അതുപോലെ തന്നെ പരിശോധന തുടങ്ങിയവയാണ് ഈ പാലിക്കാത്ത കാര്യങ്ങൾ. സ്വർണ്ണപ്പണയ വായ്പയിൽ പരമാവധി 20,000 രൂപയെ ഇടപാടുകാരന് പണമായിട്ട് ഈ കയ്യിൽ നൽകാവൂ എന്നും തുക അതിലും കൂടുതലാണെങ്കിൽ ഡിജിറ്റലായിട്ട് പണം കൈമാറണമെന്നുമാണ് നിർദ്ദേശം. ഈട് വയ്ക്കുന്നതിൻ്റെ സ്വർണത്തിൻ്റെ മൊത്തം മൂല്യത്തിൻ്റെ പരമാവധി 75% തുകയെ വായ്പയായിട്ട് നൽകാവുമെന്നാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ നിർദ്ദേശം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.